ഞാൻ ആക്ച്വലി കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ടീച്ചറുടെ ഹസ്ബൻഡ് സഞ്ജീവ് ലാൽ സർ അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിം വാമനപുരം ബസ് റൂട്ട് എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഒരു ഫില്ലർ സോങ് പാടി. അത് പടത്തിലില്ല, അത് ആദ്യമേ പറഞ്ഞിരുന്നു പടത്തിലില്ല, പക്ഷെ അന്ന് കാസറ്റ് ആണല്ലോ, അപ്പൊ അതില് പാട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ചെന്ന് പാടിയ ഒരു പാട്ടാണ്. അപ്പൊ അതെന്റെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ്. പിന്നെ അൽഫോൺസ് ജി അദ്ദേഹത്തിന്റെ മ്യൂസിക്കില് ഹലോ എന്ന് പറഞ്ഞൊരു പടം അതും ഇറങ്ങിയില്ലായിരുന്നു. അപ്പൊ സിനിമ ഇറങ്ങിയില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രോജക്ട് ഹലോ വേറെ പിന്നെ ഇറങ്ങി, അതിൽ പാടി ലാലേട്ടന്റെ പടം, അതും അങ്ങനെ ഇറങ്ങിയില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് വിഷമം എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ എന്റെ അച്ഛനോട് വെച്ചാൽ ഞാൻ ഒരിക്കലും സിനിമയിൽ പാടില്ലേ, എന്താ ആ പാടി ആ പാട്ടൊന്നും ഇറങ്ങിയില്ല. അങ്ങനെ ഒരിക്കൽ ഗിരീഷ് ഏട്ടൻ ഒരു ടെലിഫിലിം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തന്നെ മ്യൂസിക് ആയിരുന്നു. അപ്പൊ ആ പാട്ട് എന്നോട് പാടാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കുട്ടി ഞാൻ അടുത്ത മാസം 15-ാം തീയതി, എനിക്കിപ്പോഴും ഡേറ്റ് ഓർമ്മയുണ്ട്, അടുത്ത മാസം മെയ് മാസം 15-ാം തീയതി എങ്ങാണ്ട് അദ്ദേഹം രാജാ സാറിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. രാജാ സാറുടെ ആണ് അടുത്ത പ്രോജക്റ്റ്. അപ്പം ഞാൻ വിളിക്കാം, ഒരു ഓഡിഷൻ എന്തായാലും വരണം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. രാജാ സാറുടെ മ്യൂസിക്കിൽ അപ്പോൾ അത് പാടാൻ പറ്റുമോ അപ്പോൾ ഉടനെ അപ്പോൾ പറഞ്ഞു പാടാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല, വന്ന് വോയിസ് ടെസ്റ്റ് ചെയ്യുക, പിന്നെ അത് അദ്ദേഹത്തെ കാണാൻ പറ്റുന്ന തന്നെ വലിയ ഭാഗ്യമല്ലേ. അപ്പം അങ്ങനെ എന്തെങ്കിലും അനുഗ്രഹം ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കൃത്യം അന്നത്തെ ദിവസം 15-ാം തീയതി അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ചെന്നൈയിൽ വോയിസ് ടെസ്റ്റ് ആണ്, കുട്ടി വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പാക്കിങ്ങും എല്ലാം റെഡിയായി വേഗം ഞാനും അമ്മയും നേരെ ചെന്നൈയിലോട്ട് നഗരങ്ങളിൽ ചെന്നൈയിലേക്ക് പോയി. നമ്മൾ പ്രസാദ് സ്റ്റുഡിയോയിൽ ചെന്ന് കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സാർ പറഞ്ഞു, ഇതാണോ കുട്ടി, ഓക്കെ അവിടെ ഇപ്പോൾ പൂജാമുറി ഉണ്ട്. അപ്പോൾ പറഞ്ഞു അപ്പോൾ എല്ലാവരും ഞങ്ങളെല്ലാവരും ഫുൾ ടീം അവരെല്ലാവരും വന്നു, പറഞ്ഞു ഓക്കെ ഇവിടുന്ന് പാടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇരുന്നൊരു കീർത്തനം പാടി കഴിഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞു. സാർ പുറത്തേക്ക് പോക്കോന്ന് പറഞ്ഞു. നേരെ ഞാൻ പുറത്തേക്ക് പോയി നിന്നു. എനിക്കറിയില്ല എന്താ സംഭവം, കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും അത് കഴിഞ്ഞ് ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് വന്നു പറഞ്ഞു, വേഗം പാട്ട് പഠിക്കാൻ പോയിക്കോളൂ. അങ്ങനെയാണ് ഒരു ചിരി കണ്ടാൽ എന്ന് പറഞ്ഞ പാട്ട് ആദ്യമായിട്ട് രാജാ സാറിന്റെ കീഴിൽ ആ ഒരു പാട്ട് പാടുന്നു. പാട്ട് കേരളക്കര എല്ലാവരും ശ്രദ്ധിച്ച ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരുന്നു. ആ പടത്തിൽ തന്നെ വേറെയും 2 പാട്ടുകളുണ്ടായിരുന്നു. ഒരു സോങ് രാജാ സാറിന്റെ കൂടെ തന്നെ ഒരു ഡ്യൂറ്റ് ആയിരുന്നു, മാൻകുട്ടി മൈനക്കുട്ടി അങ്ങനെ ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഒരു രാജാ സാറിന്റെ കൂടെ. പിന്നെ ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു, വേറെ കുറെ സിംഗേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ 3 സോങ് അതിൽ പാടി. എന്നിട്ട് സാർ പറഞ്ഞു 2 days വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്ത് അടുത്ത് തമിഴിലേക്ക് എനിക്ക് എൻട്രി, കരകാട്ടക്കാരൻ എന്ന് പറഞ്ഞ മൂവിയിൽ. അപ്പൊ അത് എനിക്കൊരു ബോണസായി 5 പാട്ട് ഒറ്റയടിക്ക് ആ സിനിമയിൽ 2, ഈ സിനിമയിൽ 3 പാട്ടുമായിട്ട് ഒരു 5 പാട്ടിന്റെ ഒരു ലോട്ടറി അടിച്ച പോലെ ഞാൻ നാട്ടിലേക്ക് വന്ന് കോളേജിൽ ചെന്ന് പറയാം എല്ലാവരുടെ അടുത്തും ഈ കഥ പറയാനും എല്ലാവരുടെ അടുത്തും എനിക്ക് ലോട്ടറി അടിച്ചു, എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം നമ്മുടെ മനസ്സിന്റെ ആ ഒരു എന്ന് വെച്ചാൽ ഈ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരു അവസരം കിട്ടിയ അവസരം, അതും ഇളയരാജ സാറിന്റെ അദ്ദേഹത്തിന് കൂടെ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. പിന്നെ അതിനുശേഷം ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിന് പാടാൻ സാധിച്ചു. ഓൾമോസ്റ്റ് തമിഴ്, തെലുഗു, കന്നഡ എല്ലാ ഭാഷയിലും. നമുക്ക് വേണ്ടിട്ട് ഇപ്പൊ രാജാ സാറിന്റെ ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഫസ്റ്റ് ആ മൂവിയിലെ പാട്ട് തന്നെ ഒന്ന് പാടോ? ഒരു ചിരി കണ്ടാൽ പിന്നെ അത് മതി. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി, ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി, അണിയാരപ്പന്തലിനുള്ളിൽ അരിമാവിൻ കോലമിടാം, തിരുദേവിക്കോവിലിനുള്ളിൽ നിറയാട്ട കുഞ്ഞിടാം, ഈ കുഞ്ഞാങ്കിളി കൂവുന്നത് കുയിലിനറിയുമോ, ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി. പക്ഷെ ഇത് മതിയായിട്ടില്ല, ഇനിയും കുറെ പാട്ടുകൾ നമുക്ക് കേൾക്കാനുണ്ട്. അതിനു മുമ്പ് വേറൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ചേച്ചി ആദ്യമായിട്ട് പാടി കുറെ പാട്ടുകളൊക്കെ പാടിയതിനു ശേഷം ഒരു അംഗീകാരം മഞ്ജരി എന്ന ഗായികയെ തേടിയെത്തി. രണ്ട് സ്റ്റേറ്റ് അവാർഡ്
സ്വന്തമാക്കിയ ഒരു ഗായികയാണ്. ഈ വർഷവും ക്രിട്ടിക് അവാർഡ് കിട്ടി. അതെ. അങ്ങനെ ഇനി എല്ലാ വർഷവും ഓരോ അവാർഡുകൾ ജീവിതത്തിൽ വരട്ടെ.